ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞാൽ ടൈപ്പ് 2 സെന്നാണ്ടോ. മൈക്ക് എടുക്കാൻ പറഞ്ഞാൽ ചെറിയ ചെറിയ സൗണ്ടുകൾ പുറത്തുനിന്നുണ്ടാവുക ശ്രദ്ധിക്കണ്ടാണോ. അപ്പോൾ ഇതിൻ്റെ മാത്രം ഇൻഡിവിജ്വൽ വീഡിയോ നമ്മൾ ഇതുവരെ ഒരെണ്ണം പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓവറോൾ ഇട്ടിട്ടുള്ള വീഡിയോസ് അല്ലാണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ വീഡിയോ വന്നിട്ടില്ലാടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് വശം നോക്കി കഴിഞ്ഞാൽ നോർമൽ സെന്നിൽ വെച്ചിട്ട് നമ്മുടെ ഓൾട്ടൊന്ന് സമാനമായിട്ടുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ് വരുന്നത്. ആ ഗ്ലാസ് ഹെഡ്ലൈറ്റ് മാറ്റിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഹെഡ്ലൈറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിഗ്നൽ ഈ സൈഡിൽ തന്നെയാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. പഴയ സെല്ലിൻ്റെ അടിയിലായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. പിന്നെ വണ്ടിയുടെ ആ ഒരു ഫോഗ്ലാമിൻ്റെ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ. മറ്റേ ഷേപ്പ് സെല്ലിന് ഫോഗ്ലാമിൻ്റെ പ്രൊവിഷനേ ഉണ്ടായിരുന്നില്ല. സൈഡ് വ്യൂ നോക്കുമ്പോഴേ നമുക്ക് കാണാവുന്നതാണ് ആ ഫെൻഡറിൻ്റെ ആ ഫ്രണ്ടിൽ നിന്നുള്ള ചേഞ്ച് അല്ലാണ്ട് വേറെ ഓവറോൾ ചേഞ്ച് കാര്യമില്ല കേട്ടോ. ടയർ സൈസ് നോക്കുമ്പോഴെല്ലാം സെയിം 12 ഇഞ്ച് ടയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ഡോറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റേ വണ്ടിയുടെ അതേ രീതി തന്നെയാണ് കേട്ടോ. അതായത് ആ ഫ്രണ്ടും ബാക്കും മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഡോറൊക്കെ സെയിമിലർ തന്നെയാണ് കേട്ടോ. അതിൻ്റെ മിറേഴ്സ് ഉൾപ്പെടെ ആ സെയിം പഴയ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആ ഷേപ്പ് തന്നെയാണ്. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയർ നോക്കുമ്പോഴേലും വേറെ ഒരു തരത്തിലുള്ള ചേഞ്ചും മാരുതി അന്നത്തെ കാലത്ത് വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു VXi വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, ചിൽഡ് AC കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഡിഫോഗർ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പവർ വിൻഡോസൊക്കെ വർക്കിംഗ് ആണ്. ആ കാലതയ്ക്ക് മൂലം ടേപ്പ് വിറ്റ് വെച്ചേക്കണേ, അതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഉള്ളിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാതെ മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ AC ഒക്കെ നല്ല കൂളിംഗ് ഉള്ള AC ആണ്. പൈനിയറിൻ്റെ സ്റ്റീരിയോയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ സീറ്റ് കവറൊക്കെ ചെയ്താൽ വൃത്തി തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഡോറാണ് പവർ വിൻഡോ വരുന്നത്. പവർ സ്റ്റിയറിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ സെന്നെ ഓടിക്കാനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. അതുപോലെ സെൻട്രൽ കൺസോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗിയറിൽ അവിടെയൊക്കെ ചെറിയ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ വണ്ടിക്ക് സെൻട്രൽ കൺസോളിൽ മറ്റേ ഈ ഇതെന്താ പറയുക സ്റ്റോറേജ് സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്ക് സൈഡ് നോക്കാം കേട്ടോ. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെ നോർമൽ മറ്റേ വണ്ടിയുടെ സിമിലർ ആയിട്ടുള്ള തന്നെ ആ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. സീറ്റിൻ്റെ പൊസിഷനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ വ്യത്യാസം വന്നിട്ടില്ല. അതുപോലെ ബോഡി ഷേപ്പ് നോക്കുമ്പോഴേലും ആവറേജ് ബോഡി ഷേപ്പും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഈ വാഹനത്തിൽ ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. അതായത് ഈ കാണുന്ന പോലെ ഇവിടെ കണ്ടോ, ഈ ഗ്ലാസിൻ്റെ പേസ്റ്റിങ്ങിൻ്റെ അവിടെയായിട്ട് ചെറിയ വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു ഡിഫക്റ്റ് ആയിട്ട് പറയാം. അത് നമ്മൾ അഴിച്ച് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനം കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് ചെയ്ത് കൊടുക്കും, അതല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് പോവാം. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴായാലും നമുക്ക് കാണാവുന്നതാണ് വണ്ടിയുടെ ബൂട്ട് സ്പേസിലും ബൂട്ടിൻ്റെ ഷേപ്പിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്ക് വൈപ്പറൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി. അത് വേരിയൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടോ വരുന്നത്. അതുപോലെ VXi എന്നുള്ള ബാഡ്ജിങ്, സെൻ VXi എന്നുള്ള ബാഡ്ജിങ് കാണാം. അതുപോലെ നമ്പർ പ്ലേറ്റിൻ്റെ മറ്റേ വണ്ടിക്ക് താഴെ ഇറന്നപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ ഇവിടെ ഒരു സുസുക്കിയുടെ ബാക്കിങ്ങിനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് നല്ല ചേഞ്ച് തന്നെ ഉണ്ട്. അതുപോലെ ടെയിൽ ലൈറ്റുകളിലായാലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബമ്പറിൻ്റെ ബാക്ക് ബമ്പറിൻ്റെ ഷേപ്പ് ആയാലും നല്ല രീതിയിൽ തന്നെയുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ സിമിലർ ആണോ. മറ്റേ വണ്ടിയുടെ സിമിലർ ആയിട്ടുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ഈ സൈഡിലേക്ക് പോകുമ്പോഴേലും നമുക്ക് കാണാവുന്നതാണ്. മേജറായിട്ടുള്ള ഡെൻറ്റ് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഓവറോൾ ഒരു ടച്ച് ആൻഡ് പോളിഷ് തീരും കേട്ടോ. ആദ്യം ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയാനുള്ള ആ പോർഷനിലുള്ള ആ ഒരു ചെറിയൊരു തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയണമല്ലോ. അപ്പോൾ ബാക്കി വേറെ പ്രശ്നങ്ങളോ പാച്ച് വർക്കൊന്നും അടിയിൽ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല കേട്ടോ. അപ്പോൾ വണ്ടിയുടെ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. NBFI വാഹനമാണ്. എഞ്ചിൻ റൂം വാഷ് ചെയ്യാത്തതിൻ്റെ ആയിട്ടുള്ള ചെറിയ ചെളിയും കാര്യങ്ങളല്ലാണ്ട് വേറെ മേജറായിട്ടുള്ള ഓയിൽ ലീക്കോ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മേജർ ആക്സിഡൻറ്റ് സംഭവിക്കാത്ത വാഹനമാണ് കേട്ടോ. അപ്പോൾ വേറെ റേഡിയേറ്ററിൻ്റെ ഭാഗത്തായാലും കൂളിങ്ങോ ഹീറ്റിങ്ങോ പ്രശ്നങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 2005 മോഡൽ വണ്ടിയാണ്. 2025 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ വാഹനം കൊടുക്കാനുള്ള വാഹനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വണ്ടിയുടെ ഈ ഒരു ഡിഫക്റ്റ് വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം, അതല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ ക്ലിയർ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകണം ഓൾട്ടർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്ത് കൊണ്ടുനടക്കാനാണ്. അങ്ങനെയുള്ളവർക്ക് വണ്ടി ഫുൾ അഴിച്ച് പെയിൻറ്റിങ്ങിനുള്ളവർക്ക് അത് പിന്നെ നമ്മൾ ചെയ്തിരുന്ന കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്ത് തരാത്ത കേട്ടോ. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് പാർട്ടി പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പരിധി കൂടെ ഇൻവെസ്റ്റ് ചെയ്യില്ല. 2005 മോഡൽ VXi വരുന്ന പവർ സ്റ്റിയറിംഗ് AC ബാക്ക് വൈപ്പറൊക്കെ വരുന്ന ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ റേറ്റിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.